നമസ്കാരം. സ്പാനിഷ് നഗരമായ സെവൂത്തയിലേക്ക് വ്യാഴാഴ്ച മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000-ഓളം കുടിയേറ്റക്കാർ അതിർത്തി കടന്നെത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് പോലീസും കുടിയേറ്റക്കാരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ. സംഭവത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നാലെയുണ്ടായ ഈ പ്രതിസന്ധിയിൽ കുറഞ്ഞത് 72 പേരെങ്കിലും മരണപ്പെട്ടതായി സ്പാനിഷ് അധികൃതർ അറിയിച്ചു. എന്നാൽ 11 പേർ മാത്രമാണ് മരിച്ചതെന്നാണ് മൊറോക്കൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. പോലീസും കുടിയേറ്റക്കാരും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകൾ നടന്നതോടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അതിർത്തി സുരക്ഷ കർശനമാക്കാനുള്ള അടിയന്തര നടപടികൾ ആലോചിക്കുകയാണ്. ഞായറാഴ്ച പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പരിക്കേറ്റ ഒരാളെ കുടിയേറ്റക്കാരുടെ സംഘം ചുമലിലേറ്റി കൊണ്ടുപോകുന്നത് കാണാം. ഇയാളെ പോലീസ് മർദ്ദിച്ചെന്നും അവർ ആരോപിക്കുന്നുണ്ട്. തുടർന്ന് പോലീസ് ലാത്തിചാർജിന് സമാനമായ രീതിയിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിനിടയിൽ വാഹനങ്ങൾക്ക് തീയിടുകയും കുടിയേറ്റക്കാർ കെട്ടിടങ്ങളിലേക്ക് ബലമായി അതിക്രമിച്ചു കയറുകയും ചെയ്തതോടെ സെവൂത്തിലെ വ്യാപാരികൾ കടകൾ നേരത്തെ അടച്ചു. വെള്ളിയാഴ്ചയോടെ സംഘർഷം സ്പെയിനിന്റെ രണ്ടാമത്തെ വടക്കൻ ആഫ്രിക്കൻ അതിർത്തി പ്രദേശമായ മെലിയിലേക്കും കടന്നു. അതേസമയം തങ്ങൾ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ മൊറോക്കൻ പോലീസ് ഉദ്യോഗസ്ഥർ സ്പെയിനിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതായി കുടിയേറ്റക്കാർ ആരോപിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണ് സ്പെയിനിലേക്കുള്ള ഈ പ്രവാഹത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് 37-കാരനായ മുഹമ്മദ് അഹ്മിദോ പറഞ്ഞു. അടുത്ത കാലത്തായി മൊറോക്കോയുടെ ചിരവൈരികളായ അൾജീരിയയുമായി സ്പെയിൻ ബന്ധം മെച്ചപ്പെടുത്തിയിരുന്നു. ഇതിൽ സ്പെയിനിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനാണ് മൊറോക്കോ കുടിയേറ്റക്കാരെ അതിർത്തി കടക്കാൻ അനുവദിച്ചതെന്ന് നിരീക്ഷകർ കരുതുന്നു. കൂടാതെ സ്പെയിൻ ഭരണപ്രദേശങ്ങളായ മെലിയിലോ സെവൂത്തയിലെത്തുന്ന കുടിയേറ്റക്കാരെ മൊറോക്കോയിലേക്ക് ഉടനടി തിരികെ അയക്കാൻ കഴിയില്ലെന്ന സ്പെയിൻ സുപ്രീം കോടതിയുടെ സമീപകാല വിധിയും കുടിയേറ്റത്തിന് ആക്കം കൂട്ടി. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുടിയേറ്റ നയം തടയാൻ അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് 22 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ തുറന്ന കത്തെഴുതി. ഇതിനെ തുടർന്ന് സ്പെയിനുമായുള്ള അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയതായി ഫ്രാൻസ് അറിയിച്ചു. ഷെൻഗൻ മേഖലയുടെ ബാഹ്യ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പരാജയപ്പെട്ടെന്നും അവരെ ഷെൻഗൻ മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഫിൻലൻഡ് ആഭ്യന്തരമന്ത്രി മാരി റിൻതാനും ആവശ്യപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാരെ മൊറോക്കോ ഉടൻ തിരിച്ചെടുക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ആവശ്യപ്പെട്ടു. അതേസമയം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്വാർത്ഥപരമായ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടായിരുന്നു സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് മുൻപും പിന്നീടും രംഗത്തെത്തിയത്. സംഭവം ഒരു അധിനിവേശത്തിന് തുല്യമാണെന്നും പ്രദേശവാസികളിൽ ഭയവും അനിശ്ചിതത്വവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സെവൂത്തിലെ താമസക്കാരനായ സാൽവഡോർ ഒർട്ടേഗോ പറഞ്ഞു. രാജ്യത്തൊട്ടാകെയുള്ള സൈന്യത്തിന്റെ സാന്നിധ്യവും സഹായവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വർഷം ആദ്യം രേഖകളില്ലാതെ 5 ലക്ഷം കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി നൽകാൻ പദ്ധതിയിട്ട പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. വാരാന്ത്യത്തിൽ തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഇൻഫ്ലുവൻസർമാരും നഗരത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. തീവ്ര വലതുപക്ഷ സ്പാനിഷ് രാഷ്ട്രീയക്കാരനായ അൽവിസ് ബെരസിനെതിരെ പ്രദേശവാസികളായ കുടിയേറ്റക്കാരും മുസ്ലിം ജനവിഭാഗങ്ങളും പ്രതിഷേധമുയർത്തി. പ്രതിഷേധം കനത്തതോടെ ഒരു ബാറിൽ അഭയം തേടിയ പെരസിനെ പോലീസ് എത്തിയാണ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. വലതുപക്ഷ കക്ഷിയായ വോക്സ് പാർട്ടിയുടെ നേതാവ് സന്ത്യാഗോ അബാസ്കലും സെവൂത്ത സന്ദർശിച്ചു. സ്പാനിഷ് സർക്കാരിന്റെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും അഴിമതിക്കാരും വഞ്ചകരമായ ഒരു സർക്കാർ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംഭവത്തിന് ശേഷം എത്തിയവരിൽ ഭൂരിഭാഗവും പിന്നീട് മൊറോക്കോയിലേക്ക് മടങ്ങിയെന്നാണ് സ്പാനിഷ് അധികൃതർ പറയുന്നത്. എന്നാൽ സെവൂത്തയിലെ ജനങ്ങളിൽ ഇപ്പോഴും ഭീതി മാറിയിട്ടില്ല. ഹെലികോപ്റ്ററുകളും ആംബുലൻസുകളും പോലീസും നിറഞ്ഞ സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയോട് സാമ്യമുള്ള അവസ്ഥയാണ് ഇപ്പോഴെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. സംഭവം യൂറോപ്പിലാകെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിട്ടുണ്ട്. നിലവിൽ വലിയ തോതിൽ അതിർത്തി കടന്നെത്തിയ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം മൊറോക്കോയിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല.